ഇന്നൊരു സഹോദരൻ ഒരു വീഡിയോയിൽ പറഞ്ഞത് ചൂരൽമലയെക്കുറിച്ചാണ്. ചൂരൽമലയിൽ ഓർത്തോസഭ അത് ചെയ്യാം ഇത് ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. ആ ചെയ്തൊക്കെ എവിടാണെന്ന് ഇപ്പോൾ കാണാൻ വയ്യ. മഴവെള്ളം കൊണ്ടാണോ ഇരുട്ടായതുകൊണ്ടാണോ മനുഷ്യരുടെ കണ്ണിലിട്ടിട്ട് ഇരുട്ടായതുകൊണ്ടാണോ ഏതായാലും കൊള്ളാം, ഓർത്തോസഭ ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞ് കഷ്ടപ്പെടുത്തിയ ആ കൂട്ടത്തിൽ 2 കുടുംബക്കാർ കത്തോലിക്ക സഭയിലേക്ക് പോയി. അവർക്ക് അവിടെ വീടും സ്ഥലവും കൊടുക്കാമെന്ന് പറഞ്ഞ് അവരെ അങ്ങോട്ട് വിളിച്ചിരിക്കുക. അവർ പോവാ, ലെറ്റർ കൊടുത്തു കഴിഞ്ഞു. വേണ്ട, ഒരു കാര്യം ഞാൻ പറയാം, ചൂരൽമലയിൽ നിന്നല്ല, കേരളത്തിലെ സകല ക്രിസ്ത്യാനികളും സഭ വിട്ടുപോയാലും മെത്രാന്മാർക്കോ പുരോഹിതന്മാർക്കോ ഒരു പ്രശ്നവുമില്ല. ഒരു ദിവസം ഒരു പുരോഹിതനൊരു വീട്ടിൽ വന്നിട്ട് ഇവിടെ ആരൊക്കെയുണ്ട്? ഞാനും എൻ്റെ സഹോദരനേ ഉള്ളൂ. നിങ്ങളേത് പള്ളിയിലാണ് പോകുന്നേ? അത് പറയാനൊക്കത്തില്ല. ഞാൻ ബസ് സ്റ്റോപ്പിൽ ചെല്ലുമ്പോൾ ആദ്യം വരുന്ന ബസ് കിഴക്കോട്ടാണെങ്കിൽ കിഴക്കോട്ടുള്ള ബസ്സിൽ കയറും. അത് എവിടെയെങ്കിലും നിർത്തുമ്പോൾ അവിടെയുള്ള പള്ളിയിൽ കയറും. പടിഞ്ഞാട്ടാണെങ്കിൽ അവിടെയുള്ള പള്ളിയിൽ കയറും. നിങ്ങളെവിടെങ്കിലും പോയി നിങ്ങൾ വന്നില്ലെങ്കിൽ ഞാൻ കുർബാന ചൊല്ലും. ഇതാണ് പുരോഹിതൻ. അപ്പോഴേ ഈ പുതിയ ക്രിസ്ത്യാനികൾ ഓർത്തഡോക്സ് സഭ ഇല്ലെങ്കിലും ഈ പുരോഹിതന്മാർക്കും മെത്രാന്മാർക്കും ഒരു പ്രശ്നവുമില്ല. ഇന്നെ അവരുടെ ഫണ്ട് തൂത്തുവാരി കൂട്ടി വച്ചിട്ടുണ്ട് എല്ലാവരുടെയും പേരിൽ. അവർക്ക് ജീവിക്കാനൊരു പ്രശ്നവുമില്ല. ഇനിയും പള്ളി സ്ഥലം കൂടെ അവർ വേണേ വിറ്റേച്ച് അതുകൂടെ അവരുടെ കയ്യിലെടുക്കും. അതുപോട്ടെ, ഇപ്പോൾ ഈയിടെ ഒരു നിയമം ഗവൺമെൻറ്റിൻ്റെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വന്നാൽ അത് ഏതെന്നാ ലക്ഷമുള്ള അതേതാണെന്ന് എനിക്ക് ഓർമ്മയില്ലെങ്കിലും അന്ന് ഈ പുരോഹിതവർക്ക് ഒരുപാട് വഴക്ക് ചീത്തകളെയും ബഹളും വലിയ ഇതൊക്കെ ഇട്ടതാണ്. ഇപ്പോഴേ ഇവരുടെ ഉദ്ദേശം, ഇവരുടെ ഓർത്തഡോക്സ് സഭ വലിയ വക്രബുദ്ധിയുള്ള മനുഷ്യരാണ് എല്ലാം. അതിനൂടെ യാക്കോബ സഭയിൽ നിന്ന് വന്ന ഒരു ദരിദ്രവാസിയുണ്ട്, എന്തോ ഡിയസ്കോറസോ, അവൻ അതിനെയൊക്കെ കള്ളൻ. അവരിപ്പോഴേ ഒരു സ്കൂള് പണിയുക. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ നേതൃത്വത്തിൽ പുത്തൂർ മാവാടിയിൽ ഒരു സ്കൂൾ സ്ഥാപിച്ചു. അഭയശില സ്പെഷ്യൽ സ്കൂൾ. ഭിന്നശേഷി വിദ്യാർത്ഥികളെ സ്വയം പര്യാപ്ത ജീവിതത്തിലേക്ക് നയിക്കുന്ന പരിശീലനമാണ് സ്പെഷ്യൽ സ്കൂളിൽ വിഭാവനം ചെയ്യുന്നത്. ഇത് ഒരു ചാരിറ്റബിൾ സൊസൈറ്റിയുടെ മേൽനോട്ടത്തിലായിരിക്കും. നിങ്ങളത് വായിച്ചോ? ആ ചാരിറ്റി എന്ന് പറയുമ്പോൾ അവർക്ക് എവിടെ നിന്ന് വേണേലും കാശ് മേടിക്കാം. അവരുടെ പോക്കറ്റിൽ നിന്ന് പൈസ ചിലവാക്കുന്നില്ല. ചാരിറ്റി സംഭാവന ഇന്നാര് തന്നു ആര് പകുതി കാണിച്ചാൽ മതി. പകുതിയെല്ലാം അവിടെ ചേരുന്ന കുട്ടികളുടെ കഷ്ടകാലം, അവിടെ താമസവും പഠിപ്പിക്കുകയൊക്കെ വിദ്യ ഫ്രീയാ. എന്നാൽ ആ കുഞ്ഞുങ്ങളുടെ കഷ്ടകാലമാണ് നിങ്ങൾ ഓർത്തു. അവരെ വിറ്റ് ഇവർ കാശുണ്ടാക്കിക്കൊണ്ടിരിക്കും. അവരുടെ ഫോട്ടോ എടുത്തയച്ച് അവർ കാശുണ്ടാക്കിക്കൊണ്ടിരിക്കും. അവരുടെ സ്കൂളിൽ ഓരോന്നിടത്ത് അവർ ഫോട്ടോ എടുത്ത് കാര്യം പൈസ ചാറ്റുവിടാ. എല്ലാ രാജ്യത്തു നിന്നും കാശ് വരുത്തും. ഇത് കള്ളന്മാരുടെ ഒന്നാമത്തെ അടവ്. ഓർത്തഡോക്സ് സഭ കള്ള പുരോഹിതവർഗത്തിൻ്റെ പുതിയ അടവാണ്. ഇപ്പം ചാറ്റുകൾ എല്ലാം തുടങ്ങുക. ഞാൻ പറയട്ടെ, മഞ്ജുഷൻ ഗോപിനാഥ് അദ്ദേഹം ഭിന്നശേഷിക്കാരെ സംരക്ഷിച്ചത് നിങ്ങൾ കാണണം. എന്നിട്ട് ഈ ഓർത്തഡോക്സ് സഭ ഉണ്ടാക്കുന്ന ഭിന്നശേഷി സ്കൂളൊന്ന് പോയി കാണണം. ഇനി മേലിൽ
അവരിവരെ പഠിച്ചങ്ങ് സ്വയം പര്യാപ്തം ആക്കാനായിട്ട് നോക്കുകയല്ലേ. നിങ്ങളൊന്ന് കാണണം. അത് ഈ രണ്ടും കൂടെ ഒന്ന് താരതമ്യപ്പെടുത്തണം. ആ കുഞ്ഞുങ്ങളെ ഒരു നേരത്തെ ആഹാരം ശരിയായി കിട്ടുമോ എന്നുള്ളത് സംശയിക്കണം. അവിടെ ഒരു മെത്രാനാ ചാരിറ്റബിളിൻ്റെ ഇൻചാർജ്. നല്ല കാര്യം, പണമെല്ലാം അങ്ങോട്ട് പോരട്ടെ മക്കളെ. ഏതാ മക്കളെ, നീയൊക്കെ ഇതേ ചെയ്യത്തുള്ളൂ. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞതാ, ഈ ക്യാൻസർ വന്ന ചത്ത മെത്രാൻ, അവനെ ഞാനിപ്പോൾ പറഞ്ഞു, സഭയിൽ നിന്ന് ആര് പോലും എത്ര പേര് മുഴുവൻ ആൾക്കാർ പോയാലും സഭയിലെ പുരോഹിത വർഗത്തിന് ഒരു പ്രശ്നവുമില്ല. അതിനൊരു ഉദാഹരണമാണ് ഞാൻ പറയുന്നത്. കോവിഡ് വന്ന സമയത്ത് ഈ ക്യാൻസർ വന്ന് കാലം കൊണ്ടുപോയ മെത്താൻ അന്ന് നല്ല ഊർജ്ജസ്വനായിരിക്കുക. അവനൊരു ഈ കൽപ്പന എഴുതി, കാതോലിക്ക ചിലപ്പോൾ 250 രൂപയ്ക്ക് കുറയാതെ ഇട്ട് കൊടുക്കണമെന്ന് പറഞ്ഞു. വിശ്വാസികൾ ഇട്ട് കൊടുത്തു. അത് എന്തിനു വേദിയായിരുന്നു? സഭയിലെ വിവാഹം കഴിച്ച പുരോഹിതന്മാർക്കും അവരുടെ മസ്ക്യാമ്മമാർക്കും മക്കൾക്കും 2 വർഷത്തെ കോവിഡ് ഇൻഷുറൻസ് എടുക്കാൻ വേണ്ടി. അല്ല, നിങ്ങൾ ചോദിച്ചു അന്വേഷിച്ച് ചോദിക്കുമോ? ഈ ഇപ്പോഴത്തെ കള്ള മെത്രാൻ 350 ആക്കി എന്തോനാ? അടിയന്തരം നടത്താനോ? എനിക്കറിയാൻ പറ്റ. അങ്ങനെയാണ് നിങ്ങൾ ചാരിറ്റബിൾ ആക്കേണ്ടത്. നിങ്ങൾ സ്വന്തമായിട്ട്. ഞാൻ ചോദിച്ചേ, പുത്തങ്കാവ് ഹൈസ്കൂൾ പീരക്ഷത്തിന് സ്ഥാപിച്ചതാണ്. ഞാൻ ഇപ്പോഴറിയുന്ന അവിടെ എല്ലാം ശമ്പളം പറ്റിയ ഗവൺമെൻറ്റിൽ നിന്നാണ്. എന്നിട്ട് ഇപ്പം ഗവൺമെൻറ് തന്നെ ഈ സഭയുമായിട്ട് കൂടി ചേർന്നിട്ട് മനുഷ്യരെ അങ്ങ് വിഡ്ഢികളാക്കുക. സ്കൂളിൻ്റെ ഫിറ്റ്നസ് എടുക്കേണ്ടതാണ് സ്കൂളുകാർ തന്നെയല്ലേ. സ്കൂളുകാരുടെ നിങ്ങൾ അതിനു വേണ്ടി പുറകെ പോകണ്ട. സ്കൂളിന് എന്തെങ്കിലും സംഭവിച്ച് 2 കുട്ടികൾ മരിച്ചാൽ ആ സ്കൂളിൻ്റെ പെർമിഷൻ തന്നെ ക്യാൻസൽ ചെയ്യണം. ഇതൊക്കെ ചെയ്യണം. അല്ലാതെ അവർ സൂചിച്ചിരിക്കാറില്ല. ഇതിനെല്ലാം ഗവൺമെൻറ് പോയി ഫിറ്റ്നസ് എടുക്കണം, അത് ഇത്ര മാസം എടുക്കണം എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് കാര്യമൊന്നുമില്ല. ഓർഡർ ഇട്ടാൽ മതി. ഇങ്ങനെ ഏതെങ്കിലും സ്കൂൾ അപകടത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി മരിക്കാനിടയായാൽ ആ സ്കൂളിൻ്റെ ലൈസൻസ് റദ്ദാക്കും. എന്തിനാണ് നിങ്ങൾ ഈ പുറകെ നടക്കുന്നത്? ഞാൻ പറയും, ഉമ്മാരെല്ലാം കാശ് പിടിക്കുന്നുണ്ടല്ലോ ഈ സ്കൂളുകാരെല്ലാം. പിന്നെ എന്തുകൊണ്ടാ ഏതെങ്കിലും റെക്കഗ്നൈസ് എഞ്ചിനീയറോ ഗവൺമെൻറ് പറയുന്ന ആളിനെ കൊണ്ട് അതെ അവന് 10 പൈസ കൊടുക്കണമായിരിക്കും. അവനെ കാരെ കൊണ്ടുവന്ന സ്കൂളിൻ്റെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ചെയ്യിക്കാത്ത എന്താ? അതിന് ഗവൺമെൻറ് പറയണം. ഇതെല്ലാം ഒത്തുകളിയാണ് മക്കളെ. പോട്ടെ, ഞാനൊന്നും പറയുന്നില്ല. എല്ലാം നടക്കട്ടെ. ഓർത്തോ സഭ ഇത്രയും കള്ളത്തരം കാണിക്കാൻ കഴിവുള്ള ഒരു ഓർത്തോ സഭ അല്ലല്ലേ. ഇപ്പം ഉടനെ ചാരിറ്റബിൾ സൊസൈറ്റി തുടങ്ങിയിരിക്കുക. ഇതിലും നല്ല അങ്ങ് പ്രീതിമട്ടിയ പെണ്ണുങ്ങളെ കൊണ്ട് അവിടെ ഇരുന്നാൽ പോരായിരുന്നു. മാർത്തോമാ സമാജം പെണ്ണുങ്ങളെ കൊണ്ട്. നിനക്കൊക്കെ നാണമില്ലാത്തവൻ.